ആകാശത്തിന് കീഴിലെ ഓരോ പുള്ളിക്കും കൊമ്മയ്ക്കും ഒരു സമയമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. 2005 ഭദ്രൻ സാർ സംവിധാനം ചെയ്ത് രചന നിർവഹിച്ച് പുറത്തിറങ്ങിയ ഉടയോൻ എന്ന ഡ്രാമാറ്റിക് മൂവിയിലെ ഒരു ഡയലോഗാണിത്. ലാലേട്ടൻ ഡബിൾ റോളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൽ അപ്പൻ മക്കൾ ബന്ധങ്ങളുടെയും അതുപോലെ സഹോദര സ്നേഹത്തിൻ്റെയും ഒക്കെ കഥയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. ലാലേട്ടൻ, ജഗതി ശ്രീകുമാർ, ബിന്ദു പണിക്കർ, കലാഭവൻ മണി, മനോജ് കെ ജയൻ, അങ്ങനെ ഒട്ടനവധി ആളുകൾ അഭിനയിച്ച ഈ സിനിമയിൽ സലീം ഘോസ് രണ്ടാമത് മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമ കൂടിയായിരുന്നത്. അങ്ങനെ ഉടയോൻ എന്ന സിനിമ ഒരു കർഷക ബന്ധത്തിൻ്റെയൊക്കെ കഥ നമ്മളോട് പറയുന്നു. ശൂരനാട്ട് കുഞ്ഞ് അയാൾ ഈ ലോകത്തിൽ മരത്തെയും മണ്ണിനെയുമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. കൃഷിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരോടാണ് അയാൾക്ക് ഏറ്റവും പ്രിയം. അയാൾക്ക് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. 4ാമത്തെ മകനാകട്ടെ തൻ്റെ 2ാമത്തെ ഭാര്യയിൽ ഉണ്ടായ ഒരു മകനാണ്. അയാളുടെ ആദ്യത്തെ 3 പുത്രന്മാർക്കും ഭൂമി ദാനം ചെയ്തു അദ്ദേഹം. 5 ഏക്കർ വെച്ച് 3 ആൺമക്കൾക്കും കൊടുത്തു. പക്ഷേ ഈ 3 പേരും അതിൽ കൃഷി ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാവുന്നു. അപ്പം കൃഷി ചെയ്യാത്ത ആൺമക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പുച്ഛിച്ചുകൊണ്ട് ആദ്യം തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു പാട്ടിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഈ പാട്ടിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കളുടെ കോലം അദ്ദേഹത്തിൻ്റെ ആ പറമ്പിൽ കൊണ്ട് നാട്ടി വെക്കുന്നു. അപ്പോൾ ഈ 3 മക്കളെയും അവമാനിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. ശൂരനാട്ട് കുഞ്ഞിനെ എല്ലാവരും കുഞ്ഞിപ്പാപ്പ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അവിടെ കൃഷിക്കാരെന്നില്ല, മക്കളെന്നില്ല, നാട്ടുകാരെന്നില്ല, എല്ലാവരും ഇദ്ദേഹത്തെ കുഞ്ഞിപ്പാപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുത്രനായ ഇട്ടി, അതുപോലെ രാരിച്ചൻ, ഏറ്റവും ഇളയ പുത്രനായ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയിലുണ്ടായ 3ാമത്തെ മകനായ പാപ്പി, അദ്ദേഹത്തെ പാപ്പോയി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും പറമ്പ് കൊടുത്തു. രാരിച്ചന് കൊടുത്ത പറമ്പ് ആകെ കാറ്റ് പിടിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു അവിടെ കൃഷിയോഗ്യമല്ല എന്നാണ് രാരിച്ചൻ്റെ ഒരു അഭിപ്രായം. ഇട്ടിക്കാകട്ടെ കൊടുത്ത ആ ഒരു സ്ഥലത്താണെങ്കിലോ അവിടെ മുഴുവൻ വളമുഴുപ്പൻ പാമ്പാണ്. കാലെടുത്ത് കുത്തിയ അപ്പ പാമ്പ് എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണത്തിനെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കൃഷിക്ക് തയ്യാറാകുന്നില്ല. ഏറ്റവും ഇളയ പാപ്പി, അതായത് പാപ്പോയി, ഒരു ബസ് മുതലാളിയാണ്. അയാൾക്ക് കിട്ടിയ സ്ഥലത്താകട്ടെ മുഴുവൻ പാറയാണ്. 6 അടി കുഴിച്ചു കൃഷി ചെയ്യാൻ. അപ്പോൾ എന്തിനാടാ നീ 6 അടി കുഴിച്ചത്, ആരെ കുഴിച്ചിടാനാ എന്നൊക്കെ അവർ അപ്പനും മകനും ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ആ പാറ കാരണം അവിടെ കൃഷിയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ പറമ്പ് വിറ്റു. വിറ്റ ആൾ അത് പാറമടയാക്കി മാറ്റി. ഈ പാറമടയും ശൂരനാട്ട് കുഞ്ഞിൻ്റെ പറമ്പും അടുത്തടുത്താണ്. അവിടെ അതാണ് ഈ സിനിമയിലെ ഒരു പ്രശ്നമായി തുടങ്ങുന്നത് തന്നെ. കുഞ്ഞിൻ്റെ 4ാമത്തെ ആൾ ഒരു മകളാണ്, മകൾ മോളി. അവൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോഴേ കുഞ്ഞിപ്പാപ്പ ചോദിക്കുന്നത് നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് ആ പ്ലാവ് കായ്ച്ചോ എന്നാണ്. അപ്പോഴേ വീട്ടിലെ സഹോദരന്മാർ പറയുകയാണ്, പിന്നെ 2 വർഷം കോഴ്സും കഴിഞ്ഞ് വന്ന ഉടനെ ചോദിക്കാൻ കണ്ട കാര്യം ഇതല്ലേ, അവിടുത്തെ പ്ലാവ് കായ്ച്ചോ എന്നൊക്കെ കുഞ്ഞിപ്പാപ്പയെ പുച്ഛിച്ച് പറയുന്നു. അപ്പോൾ ഇവളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പം അതിന് കുഞ്ഞിപ്പാപ്പ അത്ര കാശ് മുടക്കാൻ തയ്യാറാകുന്നില്ല. അയാൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കർഷകനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരുന്നില്ല. പക്ഷേ മകൾക്ക് യോഗ്യനായ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ചാർ ബിസിനസ് നടത്തുന്ന ഒരു പയ്യനെ കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ ആർക്കും അയാളെ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മോളിക്ക് അയാളെ കണ്ടുകൂടാ. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ കൂടാണോ ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഭയങ്കരമായിട്ടങ്ങ് വിഷമിക്കുന്നു. ഇതൊക്കെയാണ് കുഞ്ഞിപ്പാപ്പയുടെ കുടുംബം. കുഞ്ഞിപ്പാപ്പയുടെ ഉറ്റ സുഹൃത്തായ ഉണ്ണിവൈദ്യർ ഒരിക്കൽ തൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത മോളിക്കുട്ടിക്ക് ഒരമ്മയെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് 2ാമതൊരു വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹ ശേഷം ഒരു മകൻ കൂടി അവർക്ക് ഉണ്ടായി. ആ കുട്ടിയാണ് പൊന്നൻ. പൊന്നനാകട്ടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനാണ്. തൻ്റെ മൂത്ത ചേട്ടന്മാരെക്കാളെല്ലാം ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ മകനാകാൻ പ്രായമുള്ള അനിയൻ. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവനെ. അപ്പോൾ ഇതിൽ രാരിച്ചൻ പറയുന്നുണ്ട്,
ആ രണ്ടാം കെട്ടിലുണ്ടായ അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിപ്പാപ്പ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ശൂരനാട്ട് കുഞ്ഞിനൊരു പെങ്ങളുണ്ട്, ഈച്ചാമ്മ. ഈച്ചാമ്മയ്ക്ക് 3 ആൺമക്കളാണ്. ഒന്നാമത്തേത് ശവപ്പെട്ടി തോമ, ഒരു കോമഡി കഥാപാത്രമാണ് ഇതിൽ. അത് ചെയ്തിരിക്കുന്നത് ജഗതി ചേട്ടനാണ്. രണ്ടാമത്തെയാൾ പൊട്ടൻ പത്രോ, മാനസിക വൈകല്യമുള്ള ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത് മനോജ് കെ ജയനാണ്. മൂന്നാമത്തെ ആൾ മാത്തൻ, കലാഭവൻ മണിയാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഈ 3 പേർക്കും അവകാശപ്പെട്ട അല്ലെങ്കിൽ ഈച്ചാമ്മയ്ക്ക് അപ്പൻ കൊടുത്ത കുറച്ച് സ്ഥലമുണ്ട്. 5 ഏക്കർ ആഞ്ഞിലിമൂട്. 10 ഏക്കർ സ്ഥലത്തിൻ്റെ പകുതി ശൂരനാട്ട് കുഞ്ഞിനും ഈച്ചാമ്മയ്ക്കുമാണ് എഴുതി വെച്ചത്. പക്ഷേ ശൂരനാട്ട് കുഞ്ഞ് എന്ത് ചെയ്തു? ശ്രീധരൻ വക്കീൽ എന്ന ഒരു വക്കീലിനെ കൊണ്ട് അത് തിരുത്തിച്ച് കള്ളയൊപ്പിട്ട് ആ 5 ഏക്കർ ആഞ്ഞിലിമൂട് സ്വന്തമാക്കി. ഇത് ഈച്ചാമ്മ അറിയുന്നു. അങ്ങനെ ഈച്ചാമ്മ കുഞ്ഞിനോട് വന്ന് ചോദിക്കുന്നു, എനിക്ക് അവകാശപ്പെട്ട 5 ഏക്കർ തട്ടിയെടുത്തതല്ലേ? അപ്പോൾ നുണയുടെ റാണി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അപമാനിച്ചൊക്കെ വിടുന്നുണ്ട് ഈച്ചാമ്മയെ. കാര്യം പറഞ്ഞാൽ ശൂരനാട്ട് കുഞ്ഞാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവിടെ പിന്നീട് രണ്ടാമതൊരു തലമുറ വന്നപ്പോഴത്തേക്കും ആ തലമുറ തമ്മിൽ അടിയുണ്ടാക്കാനുള്ള പ്രധാന കാരണവും ആ ഒരു 5 ഏക്കർ പറമ്പ് മാത്രമായി തീർന്നു. ഒരിക്കൽ ഈച്ചാമ്മയുടെ ഭർത്താവ് കുഞ്ഞിപ്പാപ്പായോട് ഒരു 25,000 രൂപ കടം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കെട്ടിച്ചു വിട്ട ആൾക്ക് സ്ത്രീധനം കൊടുത്തു, പിന്നിനി എന്തിനാണ് പറമ്പ് കൊടുക്കുന്നത് എന്നാണ് കുഞ്ഞിൻ്റെ ഒരു ന്യായീകരണം. പക്ഷേ അവർക്ക് ഷാപ്പ് നടത്തി മുഴുവൻ നശിച്ചു, അങ്ങനെ സ്വത്ത് മുഴുവൻ പോയി. അതുകൊണ്ട് 25,000 രൂപ തന്നെ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കുഞ്ഞ് ഇതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ ഈച്ചാമ്മയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അപ്പൻ കടം കയറി ആത്മഹത്യ ചെയ്തത് കണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് മാത്തന് ചുഴലി എന്നൊരു അസുഖം. തൂങ്ങിക്കിടക്കുന്ന അപ്പൻ്റെ ശവത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചപ്പോൾ മാത്തന് ചുഴലി ഇളകി. ഈ മാത്തൻ ഒരു JCB ഡ്രൈവറാണ്. അപ്പോൾ ഈ മാത്തൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഗുണ്ടാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അവിടുത്തെ പെരുമാളിൻ്റെ സഹോദരിയെയാണ്. അപ്പോൾ അയാൾക്ക് ഈ മാത്തനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. വളരെ ധൈര്യത്തോടു കൂടി തൻ്റെ സഹോദരിയെ ഞാൻ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വീര്യം കണ്ട് അദ്ദേഹം തൻ്റെ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. മാത്തൻ വിവാഹം ചെയ്തിരിക്കുന്ന ആ സ്ത്രീയുടെ സഹോദരൻ ഗുണ്ടാപുരത്ത് പെരുമാൾ, ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് സലീം ഘോസാണ്. താഴ്വാരം എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ അദ്ദേഹം ചെയ്ത മറ്റൊരു ശക്തമായ കഥാപാത്രമായിരുന്നു ഗുണ്ടാപുരത്ത് പെരുമാൾ. ഈ സിനിമയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രമാണ്. ഈച്ചാമ്മച്ചിയും കുഞ്ഞിപ്പാപ്പായും തമ്മിൽ ഭയങ്കര തർക്കമാണെങ്കിലും മക്കൾ തമ്മിൽ അങ്ങനല്ല. ഇതിൽ ശവപ്പെട്ടി തോമയും പാപ്പോയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഇടയിലുണ്ട്. നീ പോടാവില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു തോളെ കൈയിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവർ തമ്മിൽ. ഈ ശവപ്പെട്ടി തോമ എന്ന കഥാപാത്രം ഭദ്രൻ സാറിന് തന്നെ മുമ്പുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തിൻ്റെ അതേ റെസംബ്ലൻസിൽ കാണിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആട് തോമ എന്ന കഥാപാത്രത്തെ ശവപ്പെട്ടി തോമയാക്കി മാറ്റിയിരിക്കുന്നു. ഇതിൽ റെയ്ബാൻ ഗ്ലാസ് ഒക്കെ വെച്ച് മുണ്ടൊക്കെ പറിച്ച് നടക്കുന്ന ഒരു ശവപ്പെട്ടി തോമയാണ് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ പാപ്പോയും ശവപ്പെട്ടി തോമയും ഭയങ്കര കൂട്ടുകാരാണ്. അതേസമയം മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രവും പാപ്പോയും കുട്ടിക്കാലത്ത് ഭയങ്കര സ്നേഹബന്ധത്തിലായിരുന്നു. പിന്നീട് അപ്പൻ ആത്മഹത്യ ചെയ്ത ശേഷം അവർ തമ്മിൽ അത്ര വലിയ സിങ്കൊന്നും അല്ല. പക്ഷെ അവർ കുട്ടിക്കാലത്ത് അവരായിരുന്നു ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നത്. അതേസമയം ഈ ഏറ്റവും ഇളയ മകനായ പൊന്നനും പൊട്ടൻ പത്രോയും ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോൾ ഇവൻ സ്കൂൾ വിട്ട് കുഞ്ഞിപ്പാപ്പ ഇവനെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇവൻ്റെ വണ്ടിയുടെ പുറകെ ഓടിച്ചെന്ന് തക്കാളിക്കൊക്കെ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കുകയും അടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീനാണ് ഈ സിനിമയിൽ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ സ്വത്ത് തർക്കം എന്ന ഒരു കാര്യം ഇതിൽ ഭയങ്കരമായിട്ട് അങ്ങ് മൂർച്ഛിച്ച് വരികയാണ്. അതേ സമയത്ത് പാപ്പോയി കുഞ്ഞിപ്പാപ്പയോട് പറയുന്നുണ്ട്, 5 ഏക്കറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അതങ്ങ് എഴുതി കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ നിൻ്റെ പെങ്ങൾക്ക് നീ എന്ത് കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ പാപ്പോയി അവിടെ ഒന്നുമല്ലാതായി തീരുകയാണ്. ഇതിൽ ശൂരനാട്ട് കുഞ്ഞും പാപ്പോയും ഒരാളാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിന്നിട്ടാണ് ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് പോലും.
അപ്പൻ മകൻ ബന്ധം ഈ ഒരു 2 കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ കഥാപരമായിട്ട് നോക്കുമ്പം മകൻ അപ്പനെ വല്ലാതെ കമ്പൽ ചെയ്യുന്നുണ്ട്. അങ്ങ് കൊടുക്ക്, ആ ഒരു 5 ഏക്കർ കൊടുത്തേക്ക്, അത്രയും നമുക്ക് ഇത്രയും ഏക്കർ ഉള്ളപ്പം എന്തിനാണ് 5 ഏക്കർ കൊടുക്കുന്നതിൽ ഇത്ര പിശുക്ക് കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ തൻ്റെ പെങ്ങളെ കെട്ടിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചായി മാറുകയാണ് പാപ്പോയ്ക്ക്. പാപ്പോയ് അതിന് തയ്യാറാവുന്നു. അങ്ങനെ റബ്ബർ ഷീറ്റൊക്കെ വിൽക്കുന്ന ബസ് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ശവപ്പെട്ടി തോമയോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്, സഹായിക്കാൻ പറ്റുമോടാ എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് അതൊരു കോമഡി കഥാപാത്രം ആയതുകൊണ്ട് ആ സീൻസൊക്കെ ഈ ശവപ്പെട്ടി തോമ ശവപ്പെട്ടി കച്ചവടം ചെയ്യുന്നത് ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ പെട്ടി പോയി ശവക്കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അത് പിന്നെയും റിപ്പീറ്റ് വിറ്റ്, അതൊക്കെയാണ് ഇയാളുടെ പരിപാടി. അപ്പം എന്താണ് മോളിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശവപ്പെട്ടി കട്ടെടുക്കുന്ന സമയത്ത് ആ പെട്ടിക്കകത്ത് അവിടുത്തെ പള്ളിയിലച്ചൻ വരും. അങ്ങനെ ഇടവകക്കാരെല്ലാം കൂടെ കൂടി ശവപ്പെട്ടി തോമയെ ഒതുക്കുന്നു. അങ്ങനെ ആ ഒരു കഥാപാത്രം അവിടെ തീരുകയാണ്. ശവപ്പെട്ടി തോമയ്ക്ക് സഹായിക്കാൻ പറ്റാതെ പോകുന്നു. അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് പാപ്പോയി ബസ് വിറ്റ കാശ് അതുപോലെ റബ്ബർ ഷീറ്റൊക്കെ വിൽക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ പറയുകയാണ്, ഇന്നടത്തൊരു മരം നിപ്പുണ്ട്, ആ മരം ഒന്ന് വന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ അത് വിറ്റ് തരികയാണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അയാളെ കൺവിൻസ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ പാപ്പോ ഇതിന് റെഡി ആവുന്ന സമയത്ത് നമ്മുടെ ശവപ്പെട്ടി തോമ ഇടയ്ക്ക് വന്നിട്ട് പറയുകയാണ്, എടാ നീ അതിന് പോകരുത്, മറ്റേ തമിഴനും നമ്മുടെ മാത്തനും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ജയിലിൽ പോകാൻ കാരണം സ്റ്റേ തെറ്റിച്ച് അവിടെ പാറമടയിൽ പാറ പൊട്ടിച്ചതിൽ മാത്തൻ ജയിലിൽ പോയതൊക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ അങ്ങോട്ട് പോകരുത് എന്ന് പറയും. അപ്പോൾ അതേസമയം പാപ്പയുടെ സുഹൃത്തായ മമ്മദിക്ക അദ്ദേഹം എന്നാൽ ഇവനെ ഞാൻ തീർത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഹീറോയിസത്തിൽ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർ ഈ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിക്കുന്നു. ഈ കാര്യമെല്ലാം കുഞ്ഞിപ്പാപ്പായോട് നമ്മുടെ മമ്മദിക്കായും പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉണ്ണി വൈദ്യരും കൂടെ വന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുഞ്ഞിപ്പാപ്പായെ കൺവിൻസ് ചെയ്ത് ഈച്ചാമ്മച്ചിക്ക് 5 ഏക്കർ സ്ഥലം കൊടുക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയതോർത്ത് മക്കളെല്ലാം അങ്ങ് അത്ഭുതപ്പെടുന്നു. നമ്മുടെ അപ്പൻ ഇത്രയും നല്ല അപ്പനായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉള്ളൊരു സീനൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ണി വൈദ്യരുടെ വീട്ടിൽ വെച്ച് പാർട്ടീഷന് റെഡിയാവുന്നു. ഇതേ സമയം ഇതിനിടയ്ക്ക് ഗുണ്ടാപുരത്ത് പെരുമാളെ കാണാൻ നമ്മുടെ കുഞ്ഞിപ്പാപ്പ പോകുന്നു. വേറൊന്നുമല്ല, തൻ്റെ മകനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആളെ ഒന്ന് വകവരുത്തണം എന്ന് ഓർത്തിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അയാൾക്കിട്ടൊരു അടിയൊക്കെ കൊടുത്തിട്ടാണ് കുഞ്ഞിപ്പാപ്പ തിരിച്ചു വരുന്നത്. ഉണ്ണിവൈദ്യയുടെ വീട്ടിലെത്തുന്ന മക്കൾ, രണ്ടാമത്തെ ആ ഒരു തലമുറക്കാരെല്ലാം തന്നെ അങ്ങ് ജോയിൻ്റ് ആകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കവിടെ വരുന്നതാണ്. അവിടെ വെച്ച് ഈച്ചാമ്മച്ചിയെ അപമാനിക്കുകയാണ് ശൂരനാട്ട് കുഞ്ഞ്. ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണ് ഉരുട്ടിക്കൊണ്ട് കൊടുത്ത് എൻ്റെ പെങ്ങൾക്ക് മണ്ണുണ്ട കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അപമാനം അവിടെ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈച്ചാമ്മച്ചി അത്രയും അങ്ങ് ഇല്ലാതാകുന്ന, അവരെ ആ ഒരു ഫാമിലി മുഴുവൻ തരം താഴ്ത്തി വിടുകയാണ് ശൂരനാട്ട് കുഞ്ഞ് അവിടെ ചെയ്യുന്നത്. ആ ഒരു സന്ദർഭത്തിന് ശേഷം അതങ്ങ് ഭയങ്കര വൈരാഗ്യത്തിലാകുന്നു. മക്കള് ഇനിയിപ്പം പെങ്ങളെ കെട്ടിക്കുക എന്നുള്ളത് പാപ്പോയുടെ മാത്രം ഉത്തരവാദിത്വമായി. അപ്പോൾ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പാപ്പോയി അവിടെ കിടന്ന കള്ളത്തടി കട്ട് വിൽക്കുകയാണ്. സർക്കാർ പിടിച്ചിട്ട് ആ ഒരു തടി ഇവൻ കട്ടുവെക്കുന്ന സന്ദർഭത്തിൽ ഒരു പോലീസുകാരൻ കാണുന്നുണ്ട്. ഈ പോലീസുകാരനുമായിട്ട് നേരത്തെ ശൂരനാട്ട് കുഞ്ഞിന് ഒരു ചെറിയ പക ഉണ്ട് താനും. ഈ പോലീസുകാരനെ വകവരുത്തിയ ശേഷം ആ ഒരു പണം കൊണ്ട് പെങ്ങളുടെ കല്യാണം നടക്കുന്നു. ഈ സന്ദർഭത്തിൽ ശൂരനാട്ട് കുഞ്ഞിനെ മറ്റൊരു പോലീസുകാരൻ വന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഒരു പോലീസുകാരനെ കാണാനില്ല, താൻ അയാളെ എന്ത് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ അപ്പനെ പിടിച്ചോണ്ട് പോയത് കാണാൻ പറ്റാതെ പാപ്പോയെ ഓടി വന്നിട്ട് കുറ്റസമ്മതം നടത്തുന്നു. എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അങ്ങനെ പാപ്പോയി സ്റ്റേഷനിലാവുന്നു. പിന്നീട് പാപ്പോയെ ഇറക്കുന്നത് ഉണ്ണി വൈദ്യരും മമ്മതും കൂടാണ്. മിടുക്കനായ വക്കീൽ ഞങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മക്കളെല്ലാം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇട്ടിയാണെങ്കിൽ എന്താണ് അവിടുത്തെ അപ്പൻ്റെ താക്കോലിൻ്റെ കള്ളത്താക്കോൽ ഉണ്ടാക്കി അവരുടെ പെട്ടിയിൽ നിന്ന് 3 ലക്ഷം രൂപ ഞാൻ മോഷ്ടിച്ചു, ആ മോഷ്ടിച്ച പണം കൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിയും മക്കളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവസാനം കുഞ്ഞിപ്പാപ്പ മാത്രം ആ വീട്ടിൽ തനിച്ചാവുന്നു.
ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ഇളയ മകനായ പൊന്നനെ പെരുമാളും കൂട്ടരും തട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ശൂരനാട്ട് കുഞ്ഞിൻ്റെ വീട്ടിൽ സപ്രപഞ്ചക്കട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇളയ മകനായ പൊന്നൻ്റെ മക്കളുടെ മക്കളെയും കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ കുഞ്ഞിപ്പാപ്പ അങ്ങനെ ദീർഘായുസ്സിന് വേണ്ടി ആഗ്രഹിച്ച് പണിയുന്ന ആ ഒരു കട്ടിൽ വരുമ്പോൾ അതിന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഒരുപാട് റിച്വൽസിലെ ഒക്കെയാണ് ആ ഒരു കട്ടിൽ വീട്ടിലേക്ക് വരുന്നത് പോലും. ഈ സന്ദർഭത്തിൽ അവിടുന്ന് ഒരാൾ വരികയാണ്, ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഗുണ്ടാപുരത്ത് പെരുമാളാണ്. അതിൽ ഈച്ചാമ്മച്ചിക്ക് സ്വത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൈയെഴുത്ത് കൊടുത്താൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. സൈൻ ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നീ ആരാടാ എന്നോട് ഇത് പറയാന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പാപ്പ ഭയങ്കര ദേഷ്യപ്പെട്ട് ഈ വിൽപത്രം നിലത്തിട്ട് ചവിട്ടി തേക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ ഫോണിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് തൻ്റെ ഏറ്റവും ഇളയ മകൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഒപ്പിട്ട് കൊടുക്കപ്പാ, ഇല്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്ന് പറയുന്ന പൊന്നൻ. മാത്തനും ഗുണ്ടാപ്പുറത്ത് പെരുമാളും കൂടാണ് ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നതെങ്കിലും അവിടെ പൊന്നനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പത്രം ഓടി വരുന്നുണ്ട്. പക്ഷേ പത്രോയ്ക്കിട്ടൊരു അടി കൊടുത്ത് ബോധം കെടുത്തി മാത്തൻ അവിടെ കിടത്തുകയാണ്. ഇങ്ങനെ ആ ഒരു സ്വത്ത് തർക്കത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പാപ്പ വണ്ടിയെടുത്ത് ഓടി വരുമ്പോഴത്തേക്കും പൊന്നനെ വെള്ളത്തിലേക്കിടുന്നു. പൊന്നൻ മരിക്കുകയാണ്. അപ്പം വെള്ളത്തിൽ വീണ് കുഞ്ഞിപ്പാപ്പ നമ്മുടെ പൊന്നൻ പോയി എന്ന് പറഞ്ഞ് പണിക്കാരെല്ലാം കൂടെ ഇവൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അങ്ങ് വളരെ പ്രതികാരത്തോടു കൂടി അപ്പനുമാണ്, അതേസമയം മുത്തച്ഛൻ്റെയും ഒരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നനോട് കാണിക്കുന്നത്. അതിൻ്റെ ദേഷ്യത്തിൽ പെരുമാളെ കൊലപ്പെടുത്തുകയാണ് ശൂരനാട്ട് കുഞ്ഞ്. ഇങ്ങനെ ഇവൻ്റെ ശവം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ സപ്രപഞ്ച കട്ടിലിൽ കിടത്തിയാണ് ഇവൻ്റെ ശവം കാണുന്നത് പോലും. ഈ സീനിൽ പത്രോ ആ ഒരു ഡെഡ് ബോഡി കാണുന്നത് ആ ശൂരനാട്ട് കുഞ്ഞിൻ്റെ വീടിൻ്റെ മുകളിലിരുന്നിട്ടാണ്. മറ്റൊന്നുമല്ല, അവനെ ആ വീട്ടിൽ അതുവരെ കയറ്റിയിട്ടില്ല. അപ്പോൾ തൻ്റെ പൊന്നനെ അവസാനം കാണുന്നത് ആ വീടിൻ്റെ ഏറ്റവും മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് പത്രോ കാണുന്നത് പോലും. അങ്ങനെ ഭയങ്കര ദുഃഖപര്യവസായമായിട്ട് ആണ് ഈ സിനിമ അവസാനിക്കുന്നത്. ആ സമയത്ത് ശൂരനാട്ട് കുഞ്ഞ് തൻ്റെ കയ്യിലുള്ള താക്കോൽ ഈച്ചാമ്മച്ചിക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ തൻ്റെ വടി പാപ്പോയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഭയങ്കര നാടകീയമായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ആ ഒരു സ്ഥലത്ത് നിന്നും താൻ ഏക്കറുകൾ ഉണ്ടാക്കിയ ആളാണ് കുഞ്ഞിപ്പാപ്പ. തൻ്റെ കഴിവുകൾ കൊണ്ടും അധ്വാനം കൊണ്ടും ആണ് അത്രയും ഉണ്ടാക്കിയെടുത്തത്. ഇത് തൻ്റെ മക്കൾക്ക് കൊടുത്താൽ അവർ നശിപ്പിച്ച് കളയുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈച്ചാമ്മച്ചിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ നശിപ്പിക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം കുഞ്ഞിപ്പാപ്പ അതുവരെ അത് കൊടുക്കാതിരുന്നതും അത്രയും വാശി കാണിച്ചതും. ആ ഒരു വാശിയുടെ കുറ്റബോധമാണ് ആ പോലീസ് വാഹനത്തിലിരുന്നുകൊണ്ട് അദ്ദേഹം കരയുമ്പോൾ, ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് കരയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭൂമിയുടെ അവകാശി താനാണ് എന്ന് പറഞ്ഞ കുഞ്ഞിപ്പാപ്പ അവസാനം പറയുന്നത് ഈ ഭൂമിയുടെ അവകാശി ദൈവമാണ് എന്നാണ്. ഇനിയെല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് തൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കൾ നടത്തിക്കൊണ്ടു പോകാൻ തൻ്റെ മകനെയും ഈച്ചാമ്മച്ചയെയും ഏൽപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ കുറ്റബോധത്തോടെ കരയുന്ന കുഞ്ഞിപ്പാപ്പ. നാടകീയതയെ ഏറ്റവും മനോഹരമാക്കി അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് ഉടയോൻ. അതിന് കാരണം ഇതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. കുഞ്ഞിപ്പാപ്പ, അതുപോലെ ഈച്ചാമ്മച്ചി, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം, അതിനുശേഷം വരുന്ന തലമുറയുടെ കാലഘട്ടം, ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം, അവർ തമ്മിലുള്ള ആ ഒരു ഭാഷണം, ഇതൊക്കെ ഈ ഒരു സിനിമയുടെ നാടകീയതയെ എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഉടയോൻ. ഭദ്രൻ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലെ പാപ്പോയെയും അതുപോലെ കുഞ്ഞിപ്പാപ്പനെയും പൊന്നനെയും ഈച്ചാമ്മച്ചിയും ഒന്നും മറക്കാത്ത പോലെ തന്നെയാണ് സ്ഫടികത്തിലെ ആടുതോമയും ചാക്കോമാഷും അതുപോലെ അയ്യർ ദി ഗ്രേറ്റിലെ അയ്യരും ഒക്കെ നമ്മൾ മറക്കാൻ സാധിക്കാത്തത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ആ ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിലെ കുഞ്ഞിപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അയാൾ കുടിയേറ്റ കർഷകനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം പൊന്നനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ ഓമന പുത്രനാണ് അവൻ എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഈ കഥാപാത്രങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കുന്നത്. ഇതിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രവും ഗിരീഷ് പുത്തനശ്ശേരിയും കൂടെ ചേർന്നിട്ടാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിട്ടുള്ള സ്ഥലത്തായിട്ടാണ്.
ഇടുക്കി ജില്ലയായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും ആ ഒരു സ്ഥലത്തെ കഥാപാത്രങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ ഡ്രസ്സ്, അതുപോലെ അവരുടെ ഭാഷണം, ഇതൊക്കെ ഉറക്കെ സംസാരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ആ ഒരു സിനിമയുടെ ക്യാരക്ടേഴ്സിനെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മൾക്ക് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളവയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇറങ്ങിയാലും നമുക്ക് വലിയ മടുപ്പൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു പ്രദേശം ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഛായാഗ്രഹണ മികവ് ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാമചന്ദ്ര ബാബുവാണ്. ഈ സിനിമയിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഒന്ന് പാപ്പോയും മറ്റൊന്ന് കുഞ്ഞിപ്പാപ്പയും. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. രണ്ടും ഒരാളാണ് വേഷം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. ഫിലിം കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഉടയോൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഡബിൾ റോളിങ്ങിൻ്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടും അതുപോലെ വളരെ മികവുറ്റതായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. ഈ സിനിമയുടെ ആ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ, അതുപോലെ അതിൻ്റെ അകത്തെ ഓരോ സീൻസും നമ്മൾക്ക് സീൻ ബൈ സീൻ ഓർത്തിരിക്കാൻ കാരണവും ഇതിലെ ആ ഒരു എഡിറ്റിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ സിനിമയോടൊരു ഇഷ്ടം തോന്നാറുണ്ട്. 2005 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ, അതിലെ ഡബിൾ റോൾ ചെയ്യുന്ന ഒരു രീതി, ഇതെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു 2 കോമ്പിനേഷൻ സീൻസൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും പ്രേക്ഷകർക്കത് ഒട്ടും മുഴച്ചു നിൽക്കാത്ത രീതിയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ, അത് രണ്ടും 2 ക്യാരക്ടറായിട്ട് നമ്മൾക്ക് കാണുമ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു എഡിറ്റിംഗ് രീതിയും ഛായാഗ്രഹണ രീതിയും ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മികവാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ സാധിക്കുക. ഉടൻ എന്ന ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതിലെ ആളുകളുടെ മേക്കപ്പുകളാണ്. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചത് അതിലെ മേക്കപ്പ് തന്നെയാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നിർവഹിച്ചിരിക്കുന്നത് പട്ടണം റഷീദാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളായ ഈച്ചാമ്മച്ചി, അതുപോലെ കുഞ്ഞിപ്പാപ്പ, അതുപോലെ അതിലെ ജോലിക്കാർ, അതുപോലെ പത്രോ, ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു മേക്കപ്പ് എന്ന് പറയുമ്പം ഭയങ്കര പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ മേക്കപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ പല മാസികകളിലൊക്കെ പണ്ട് വന്നിരുന്നു. ഇതിലെ കുഞ്ഞിപ്പാപ്പയുടെ കഥാപാത്രം ആ പല്ലും അതുപോലെ അവരുടെ നഖം, ഇതൊക്കെ ഭയങ്കര പ്രത്യേകതകളുള്ള, അധ്വാനിക്കുന്നവരുടെ അല്ലെങ്കിൽ മണ്ണിൽ കൂടെ പണിയെടുക്കുന്നവരുടെ ആ ഒരു പ്രത്യേകത ഇവരുടെ എല്ലാം മേക്കപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഡെൻ്റൽ കെയർ പോലും ആ ഒരു സിനിമയിൽ ഒരുപാട് നടത്തിയിരുന്നു എന്നൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പാപ്പയുടെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണം, ഇത്രയും സ്ലീവുള്ള, ഇത്രയും ഇറക്കമുള്ള ഖദർ പോലത്തെ ഒരു ഡ്രസ്സ്. അതുപോലെ പാപ്പോയുടെ കഥാപാത്രം മീശ വിരിക്കുന്ന, കയറുവിരി മാലയിട്ട, അതുപോലെ പത്രോയ്ക്ക് ഇങ്ങനെ പകുതി മടക്കി വെച്ച പാൻറ്റ്, ഇതൊക്കെ ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷതയ്ക്ക് അനുസരിച്ചുള്ള ഒരു വസ്ത്രാലങ്കാരം ഈ ഒരു സിനിമയ്ക്കുണ്ട്. മനോജ് ആലപ്പുഴയാണ് ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം കൈകാര്യം ചെയ്തത്. ഭദ്രൻ എന്ന സംവിധായകൻ്റെ ഉടയോൻ എന്ന സിനിമ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ബന്ധമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കുഞ്ഞിപ്പാപ്പ എന്ന കഥാപാത്രം ഈ സിനിമയിൽ ഉടയോനായി മാറുന്നത്, ആ ഒരു വാക്കിൻ്റെ അർത്ഥം, ഉടയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഈശ്വരനെയാണ് പ്രകീർത്തിക്കുന്നത് പോലും. പക്ഷേ താൻ വെട്ടിപ്പിടിച്ച ആ മണ്ണിൻ്റെ ഉടയോൻ താനാണ് എന്ന് പറയുന്നു. അങ്ങനൊരു സീൻ ഈ സിനിമയിലുണ്ട്. അവസാനം അദ്ദേഹം ജയിലിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് താൻ കുറ്റബോധത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ ആ മണ്ണിൽ എഴുതുന്നത് ദൈവം എന്നാണ്. ഈ മണ്ണിൻ്റെ ഉടയവൻ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു. തന്നെപ്പോലെ മറ്റുള്ളവരും മണ്ണിനെ സ്നേഹിക്കുന്നവരാകണം എന്ന് വാശി പിടിച്ച കുഞ്ഞിപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയാണ്. കള്ളൻ്റെ മക്കൾ കട്ടുതിന്നേ പഠിക്കൂ എന്ന് കുഞ്ഞിപ്പാപ്പയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഉണ്ണി വൈദ്യര് പറയുമ്പോൾ അതിൽ താൻ കാണിച്ച അതേ തെറ്റ് തൻ്റെ മക്കളും ആവർത്തിച്ചല്ലോ എന്നുള്ളൊരു സങ്കടം, ആയുസിൻ്റെ കട്ടിലിൽ കിടന്ന് ഇനിയും അവരെ കാണണമെന്ന് ആഗ്രഹിച്ച കുഞ്ഞിപ്പാപ്പ ഏറ്റവും കുറ്റബോധത്തോടുകൂടി തൻ്റെ തെറ്റ് മക്കൾ ആവർത്തിച്ചല്ലോ എന്നോർത്ത് ശിഷ്ടകാലം ജയിലിലേക്ക് പോവുകയാണ്.
കഥാപാത്ര മികവ് കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് ഉടയോൻ. ഭദ്രൻ എന്ന സംവിധായകൻ്റെ മറ്റൊരു കലാസൃഷ്ടിയായ, മറ്റൊരു മാസ്റ്റർ പീസായ ഉടയോൻ നമ്മുടെ ഉള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിത്തീരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.